ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അഫ്ഗാനി എഗ് കുർമ. ആദ്യം ഒരു 3 തക്കാളി എടുത്ത്, തക്കാളിയല്ല സോറി ബ്രോസ്, 3 സവാള എടുത്ത് കണ്ടിച്ചിട്ട് ഈ സാധനത്തിലിട്ടാണ് വഴറ്റാം കേട്ടോ. അയ്യോ ഓക്കെ, അത്ര ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു എത്ര പച്ചമുളകാണ്? 1 2 3 4 5 6 7 8 9 10 11 12 പച്ചമുളക് ഇടാം. ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഈ സാധനങ്ങൾ വരാൻ കേട്ടോ, വെയിറ്റ് ചെയ്യട്ടാ ഗൈസ്. ഹലോ ഗൈസ്, അടുത്ത് നമ്മ ഇതൊന്ന് വഴൻ്റെ കൂടെ വരുമ്പോഴേക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പൂശ വേറെ ഈ കയ്യിൽ ഫോണും വാങ്ങിക്ക് സെറ്റ്. അത് ഈ സാധനം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. പൂശാട്ടാ, ശരിക്കും നോക്കണ്ട. ഇതിങ്ങനെ ഇളക്കാം, നന്നായിട്ട് ഇളക്കാം. ഇളക്കോളികളാണ് നമ്മൾ, ഇളക്കോളികൾ. ഗൈസ്, നമ്മ ഇത് സെറ്റാന്ന് വെച്ചാൽ വെറുതെ ഒന്ന് വഴറ്റിയാൽ മതി. വഴറ്റിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മ ഈ നമ്മുടെ എന്താണ് കാജു എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ്, നല്ല അടിപൊളി അണ്ടിപ്പരിപ്പാണ്. അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റാം ഗൈസ്. ഈ സാധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഇതൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഉപ്പിട്ടാ ഇങ്ങനെ അടുത്ത് ഉപ്പടുത്ത് പൂശി കൊടുക്കാം കേട്ടോ, ശബ്ദം കേൾപ്പിക്കാം. എന്നിട്ട് ഇതിങ്ങനെ പൂശട്ടാ, നന്നായിട്ട് ഇളക്കുക. ഇളക്കിയോണ്ടിരിക്കുക. ഒന്ന് വാടി ഇന്നലെ അവരാവണ വരെ നമുക്കിങ്ങനെ ഇളകട്ടാ മോനെ. അതല്ലേ വളരെ അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രം. ഓ പിന്നെ ഗൈസ്, ഇത്രയും ഒരു എന്താ പറയാ, ഇത്രയും ഒരു വഴണ്ടി കഴിയുമ്പോഴേക്കും മതി കേട്ടോ. ഇനി എടുത്തിട്ടത് നമുക്ക് തണുക്കാൻ വയ്ക്കണം, ചൂടാറാനായിട്ട്. എന്നിട്ട് നമുക്കിത് ഇത് പേസ്റ്റ് ആക്കാനുള്ളതാണ്, അടിച്ച് പൂശാനാണ് കേട്ടാ. ചമരെ മുട്ട നമ്മ പൊഴിഞ്ഞിട്ടുണ്ട്. നമ്മ ഇതിങ്ങനെ വരാം കേട്ടോ. ഇതിങ്ങനെ നമ്മ എല്ലാ മുട്ടയും ഇതിങ്ങനെ വരയും കേട്ടാ. കട്ട് ചെയ്തു ഗൈസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി മറ്റേ എന്താണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിൽ നമുക്ക് മുട്ട വറക്കാൻ പോവാം. ഇവിടെ പൂശുവാണ്, പറത്ത് എറിയുവാണ് കേട്ടോ. പൊന്നടിയോ, എന്താ പോക്ക്, ഒന്നല്ല രണ്ടല്ല 3 4 12 എണ്ണോട് പോകുന്നത്. സോറി 13 സോറി 12. ഓ പൂശി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിങ്ങനെ വഴറ്റി ഇതിങ്ങനെ വിളിച്ചിട്ട് ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിടാ അപ്പളേക്കും വരാം കേട്ടാ. ഇതോ ഇത്തിരി മഞ്ഞപ്പൊടിയാണ് പൂശട്ടാ. മഞ്ഞപ്പൊടി പൂശ കഴിഞ്ഞിട്ട് സ്പൂണിലല്ല കുഴപ്പമില്ല, നമുക്ക് സ്പൂണൊക്കെ വല്ല ഒരു പുല്ലുവായതെന്ന് പറഞ്ഞാൽ നമുക്ക് മേളിൽ തന്നെ സാധനം ഇങ്ങനെ പൂശട്ടാ. എന്താ രസം കാണാൻ. ഓ അടിപൊളി അടിപൊളി, സൂപ്പറേ കട്ട് എടുത്തോ ഗൈസ്. എന്നിട്ട് ഇങ്ങനെ ഓടിക്കണം കേട്ടോ. ഇതിങ്ങനെ ചൂടണ്ടേ കേട്ടോ. ചമനെ ഈ ഒരു ലെവലിലേക്ക് എത്തണം കേട്ടോ. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊന്നും പോകാൻ പാടില്ല. അത് നമ്മുടെ എക്സ്പേർട്ടുകളൊന്നും പോവില്ല, നമുക്ക് പോവും, പാവപ്പെട്ട ആൾക്കാരും. ഗൈസ്, ഈ സാധനം ഇതിലിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് മല്ലിച്ചപ്പൂ ഇട്ടിട്ട് അടിക്കട്ടാ. ഗൈസ്, നമ്മുടെ പേസ്റ്റ് ഇതേപോലെ ഇരിക്കും കേട്ടോ. നൈസായിട്ട് ഇതേപോലെ ഇരിക്കണം കേട്ടാ. പക്ഷേ ഇത്തിരി ഓയിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അമൂലിൻ്റെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അമൂൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈസ്, ബട്ടർ ഇതിങ്ങനെ വരുമ്പോഴേക്കുണ്ടല്ലോ കറുകപ്പട്ട, പിന്നെ അവിടെ ഏലക്ക, പിന്നെ ഗ്രാമ്പു ഇടാം. സാധനം കാണൂല കേട്ടോ, സാധനം വെള്ളം പിടിച്ച് പാളിയെന്ന് തോന്നുന്നു കേട്ടോ. സെറ്റ് ചെയ്യാം, സംഭവം സെറ്റ് ചെയ്യാട്ടത്. ഇതിങ്ങനെ അടിച്ചത്. ഇവിടെ ഉണ്ട് എവിടെയും പോയിട്ടില്ല കേട്ടോ. ഇവിടെ
ഗൈസ് എന്നിട്ട് നമ്മുടെ അതിലേക്ക് നമ്മുടെ അരപ്പിട്ടിട്ട് നല്ലപോലെ യോജിപ്പിക്കണം കേട്ടോ. നല്ലപോലെ യോജിപ്പിച്ചിട്ട് ഇത് ഇങ്ങനെ നല്ലപോലെ യോജിപ്പിക്കണം കേട്ടോ. ഒരു 8 മിനിറ്റോളം 8-10 മിനിറ്റോളം ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്. വാഴ്ക്കേൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും ഒരു ചെറിയ റോസ് സ്മെല്ല് പോകണ വരെ ഉള്ളിൽ വെളിച്ചെണ്ണ പുറത്തേക്ക് ചാടുന്ന രീതിയിൽ ആവുമ്പോഴേക്ക് നമുക്ക് നിർത്താം കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8 മിനിറ്റോളം കേട്ടോ. 8-10 മിനിറ്റോളം ഒരു സ്മെല്ല് പോണ വരെ പൂശിക്കൊണ്ടിരിക്കണം കേട്ടോ. ബ്രോ ഇതിലേക്ക് ഇനി തൈര് ഒഴിക്കുക, പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്തിരി, പിന്നെ ഇത്തിരി നമ്മുടെ പെരുംജീരകം ഇച്ചിരി പൊടിച്ചത് ഇതും ഇട്ടിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ നോക്കിയിട്ട് ഈ മസാലകളൊക്കെ കൂടി എടുത്ത് ഇങ്ങനെ പയ്യെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണം. ഓക്കെ, മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ഇതിൻ്റെ മസാലകളൊക്കെ സെറ്റായിട്ട് ഒരു മസാലയൊക്കെ റോസ് സ്മെല്ലൊക്കെ മാറി ഒരു പ്രത്യേക സ്മെല്ല് വന്നു തുടങ്ങി കേട്ടോ. ഇത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന സാധനമാണ് ഒരു മെയിൻ സാധനം, ഫ്രഷ് ക്രീം. ഇത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ക്രീം. ഗൈസ് വരുന്നില്ല ഗൈസ്, ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത പ്രിപ്പറേഷൻ നമ്മുടെ ഫ്രഷ് ക്രീം എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീമിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി ഇതിൻ്റെ പേര് പറഞ്ഞല്ലോ ബ്രോ, എന്തിനാണ് ബ്രോ? കസ്തൂരി മേതി ഇട്ടിട്ട് അതും കൂടി ഇട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇവിടെ കാണികളൊക്കെ ഉണ്ട്, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. ഇനി കസ്തൂരി മേതി ഇങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കോളികളാവണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ വരാട്ടെ ഗൈസ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സായി, നമ്മളെ ഫ്രഷ് ക്രീമും കസ്തൂരി മേരിയും നന്നായിട്ട് മിക്സായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളാണ് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ അവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഗ്യാസ്. കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഇത് ഇളക്കിയിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. നമ്മുടെ ഗ്രേവി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ആഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പോകാൻ കഴിഞ്ഞു. നമ്മുടെ മുട്ട വന്നിരിക്കുകയാണ് ഗൈസ്. മൊബൈൽ കറി ചിരിക്കാണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും വെക്കാൻ പാടുള്ളൂ ഗൈസ്. കാരണം ഇത് കുറച്ച് കൂടുതൽ നേരമുള്ള 2 മിനിറ്റ് വെച്ചാൽ മതി. അല്ലെങ്കിൽ മുട്ടയുടെ ഉള്ളിൽ മേലുള്ള ഈ ചുവപ്പ് കളറില്ലേ അതൊക്കെ ഗ്രേവിയിലേക്ക് ആവും. അപ്പോൾ ഷോകാവും. അപ്പോൾ ഷോകാക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ച് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ട് നമുക്കിത് മെല്ലിയിലിട്ട് ക്ലോസ് ചെയ്യാം ഗൈസ്. ചെറിയ തിളയൊക്കെ വന്ന് നമ്മുടെ കറി ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മല്ലിയിലയും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പൂശ ഇട്ടിട്ട് പരിപാടി ക്ലോസ് ചെയ്യാൻ പോകണ്ട. ഇനി 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഥം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത ലാസ്റ്റ് സംഭവം ഞാൻ കാണിച്ചു തരാമെന്ന് പറയും ഗൈസ്.